ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഡെന്ന. ഞങ്ങൾ എറണാകുളം അങ്കമാലി അതിരൂപത കർഗൂറ്റി ഫൊറോനയിൽ ഇടക്കുന്ന ഇടവകയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ ഡാഡിയുടെ രോഗസൗഖ്യ സാക്ഷ്യമാണ്. 2024 ജൂലൈ 15 ഡാഡിക്ക് HCC ഹെപ്പറ്റോസെല്ലുലർ കാർസിനോമ ഡിറ്റക്റ്റ് ചെയ്തത്. AFP എന്ന് പറയുന്നൊരു വാല്യൂ ആണ് അതിൻ്റെ മെഷർമെൻറ്റ്. അത് 66,000 ആയിരുന്നു അന്ന്. അത് ഒരു ലാബിൽ മെഷർ ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം വാല്യൂ ആയിരുന്നു ആ ഒരു വാല്യൂ എന്ന് പറയുന്നത്. നോർമൽ ആൾക്ക് ലെസ്-10 ആണ് അതിൻ്റെ നോർമൽ വാല്യൂ. അപ്പോൾ ഇത് നമ്മൾ ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഡോക്ടർ ഒരു മരുന്ന് കൊടുത്തു. അത് കഴിഞ്ഞ് 15 ദിവസം കഴിഞ്ഞിട്ട് ചെല്ലാനായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ എൻ്റെ കസിൻ സിസ്റ്ററാണ് ആൾ. അപ്പോൾ ആൾ കൃപാസനത്തെ പറ്റി പറയുകയും ഉടമ്പടിയെ പറ്റി പറയുകയും കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തു. അപ്പോൾ അന്ന് തൊട്ട് നമ്മളിങ്ങനെ അത് എന്താണ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കേട്ട് വീഡിയോസൊക്കെ നോക്കി അറിഞ്ഞു തുടങ്ങിയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് 15 ദിവസം കഴിഞ്ഞ് ആ മരുന്ന് കൊടുത്തെങ്കിലും ആ മരുന്നിന് ഈ 15 ദിവസം കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ മരുന്ന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എന്തായിരുന്നു 66,000 വാല്യൂ ആയിരുന്നെങ്കിൽ അത് ഗ്രേറ്റർ ദാൻ ആ ഒരു വാല്യൂ കണ്ടത്. അവർ 2 ടൈം ഡൈല്യൂട്ട് ചെയ്തിട്ട് നോക്കുമ്പോൾ അതിൻ്റെ ഡബിൾ ആണെന്നാണ് അതിൻ്റെ മീനിങ് എന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ ഒരു വാല്യൂ ആണ് നമുക്ക് അന്ന് കിട്ടിയത്. അത് കഴിഞ്ഞ് ആണ് നമ്മൾ അന്ന് ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഓൺലൈൻ ഉടമ്പടി ആദ്യം എടുത്തു. ഉടമ്പടിയിലൂടെ ഓഗസ്റ്റ് 1 തൊട്ട് ആ മരുന്ന് കഴിച്ചു തുടങ്ങി. ഓഗസ്റ്റ് 14 ആയപ്പോഴത്തേനും ആയിരുന്നു അടുത്ത അപ്പോയിൻമെൻറ്റ്. മാതാവിൻ്റെ സ്വർഗ്ഗാരോഹണം ഓഗസ്റ്റ് 15 അന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു, മാതാവേ സ്വർഗ്ഗാരോഹണത്തിന് മുന്നേ എന്തെങ്കിലും ഒരു അടയാളമായിട്ട് തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഒരു കുറവ് കാണിച്ചൊരു അടയാളം തരാൻ വേണ്ടി പ്രാർത്ഥിച്ചു. അന്ന് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേനും അത് 55,000 കുറഞ്ഞിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തത് 40 mg 1 ടൈം നൈറ്റിൽ കഴിക്കാനായിട്ടുള്ളൊരു മരുന്നായിരുന്നു കഴിച്ചത്. പക്ഷെ നമ്മളന്ന് തെറ്റി കേട്ടിട്ട് 20 mg മോർണിംഗും നൈറ്റുമായിട്ടാണ് കഴിച്ചത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ തെറ്റിയാണ്, ഞാൻ തന്ന മരുന്ന് നിങ്ങൾ തെറ്റിയാണ് കഴിച്ചിരിക്കുന്നത്. എന്നിട്ട് ഇത് കുറവുണ്ട്, ഇങ്ങനെ ഇത് കാണാറില്ല, വാല്യൂ കുറഞ്ഞതായിട്ട് തെറ്റി കഴിച്ചിട്ടും കുറഞ്ഞതായിട്ടാണ് കാണുന്നത് എന്ന് പറഞ്ഞു. അതോടുകൂടി മാതാവിൻ്റെ ശക്തമായ ഇടപെടൽ നമുക്ക് മനസ്സിലായി. പിന്നീട് അടുത്ത ഡേറ്റ് പറയുന്നത് സെപ്റ്റംബർ 11 ആണ്. അന്ന് മാതാവിൻ്റെ അമലോത്ഭവ തിരുനാളിനോടനുബന്ധിച്ച് നമ്മൾ പ്രാർത്ഥിച്ചു. ഉടമ്പടിയിലും നിയമങ്ങളെല്ലാം നമ്മൾ പാലിച്ചു പോന്നു. എന്നിട്ട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഇതിന് മുന്നായിട്ട് നമ്മുടെ ആൻറ്റിമാരെല്ലാവരും ഉടമ്പടി എടുത്തിട്ടുള്ളവരാണ്. അവരെല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഞങ്ങൾ തീരുമാനിച്ചു ഓഗസ്റ്റ് തൊട്ട് എല്ലാ മാസവും 1000 മണി കൊന്ത ഇവിടുന്ന് മേടിച്ച് കൊണ്ടുപോയിട്ട് അത് എല്ലാവരും കൂടി ഒരുമിച്ച് അവരുടെ മക്കളായാലും കുടുംബം ഒരുമിച്ച് അത് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഓഗസ്റ്റ് 18 തുടങ്ങി ആ മാസത്തെ കൊന്ത ഞങ്ങൾ തുടങ്ങി. അങ്ങനെ 1000 മണി കൊന്ത അന്ന് ചൊല്ലി തുടങ്ങി. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് അപ്പോയിൻമെൻറ്റ് വരുന്നത് സെപ്റ്റംബർ 11 മാതാവിൻ്റെ അമലോത്ഭവ തിരുനാളിനോടും അനുബന്ധിച്ച് പ്രാർത്ഥിച്ച് സെപ്റ്റംബർ 11 ടെസ്റ്റ് ചെയ്തപ്പോഴത്തേനും അത് 3700 വാല്യൂ. ഡോക്ടറിന് അന്ന് അതിശയമായി, നിങ്ങൾ മരുന്നിൻ്റെ ഡോസേജ് തെറ്റിച്ചാണ് കഴിച്ചിരിക്കുന്നത്, അതുമല്ല ഇത്രയും വലിയൊരു കുറവ് അങ്ങനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അത്രയ്ക്ക് റെയറായിട്ടാണ്, അങ്ങനെ കണ്ടിട്ടില്ല ഇത്രയും പെട്ടെന്ന് കുറയുന്നത്, അതും ഡോസേജ് തെറ്റിച്ചിട്ടും. അപ്പം നമ്മൾ ഒരു മാസം അത് കഴിച്ചു തുടങ്ങിയത് നമുക്ക് അത്ര ശരീരത്തിന് സ്യൂട്ടബിൾ അല്ലാത്തതുകൊണ്ട് ഈ 40 mg 20 മോർണിംഗ് കഴിച്ച് നമ്മളത് 20 mg മാത്രമാക്കിയിട്ട് കഴിച്ചു തുടങ്ങി. അതായത് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഒരു ഐഡിയൽ 60 ആണ്, എന്നിട്ടാണ് 40 തന്നതെന്നാണ്. എന്നിട്ട് നമ്മളത് 20 ആണ് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത്. മെഡിക്കൽ സയൻസിൻ്റെ ഡോസിനേക്കാളും പറയുന്ന ഡോസിനേക്കാളും കുറച്ചുള്ളൊരു എമൗണ്ട് മാത്രമാണ് നമ്മൾ കഴിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് സെപ്റ്റംബറിലും നമ്മൾ 1000 മണി കൊന്ത എല്ലാവരും കൂടെ ചൊല്ലി ഉടമ്പടിയിൽ തുടർന്നുകൊണ്ട് പോന്നു. എല്ലാവരും ഉടമ്പടി തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് ഒക്ടോബർ 16 ഇവിടെ വന്ന് അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു. 23 ആയിരുന്നു അടുത്ത ടെസ്റ്റ്. അന്ന് എല്ലാവരും ശക്തമായിട്ട് മാതാവിൻ്റെ മാസം എല്ലാവരും ശക്തമായിട്ട് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് ഒക്ടോബർ 23 ടെസ്റ്റ് ചെയ്തത് വാല്യൂ വെറും 75 കുറഞ്ഞു. ഡോക്ടറിനും ഒത്തിരി അതിശയമായി, കാരണം നിങ്ങളാണ് ഇങ്ങനെ ഒരു ഡോസ് കഴിക്കുന്നത് എന്നിട്ടും ഇത്രയും അധികം വാല്യൂ കുറഞ്ഞു. അത് ശക്തമായൊരു ഇടപെടൽ തന്നെയാണെന്ന് ഞങ്ങൾ വിശ്വസിച്ച് അതോടുകൂടി തന്നെ മുന്നോട്ട് പോയി.
പിന്നീട് ഡിസംബർ 4 ആയിരുന്നു അടുത്ത സ്കാൻ വരുന്നത്. അപ്പോൾ നവംബറിലും 1000 മണിക്കൊന്ത് എല്ലാവരും കൂടെ ചൊല്ലി. അത് കഴിഞ്ഞ് ഡിസംബറിലായപ്പോഴത്തേനും നമ്മൾ AFP വാല്യൂ 4 ആയി. അത് ഭയങ്കര നോർമൽ വാല്യൂ, <10 നോർമൽ വാല്യൂ ആയിട്ട് തന്നെ നമുക്കത് കിട്ടി. ഇത്രയും ഡോക്ടർ പറഞ്ഞതിനേക്കാളും ചെറിയ ഡോസ് കഴിച്ചിട്ട് തന്നെ, പ്രിസ്ക്രിപ്ഷൻ തെറ്റിച്ചിട്ടും. പിന്നെ നമുക്ക് സ്കാനിൽ ആദ്യത്തേൽ അഗ്രസീവായിട്ട് എൻഹാൻസിങ് ഗ്രോത്ത് ഉണ്ടായിരുന്ന ഒരു ഗ്രോത്ത് പിന്നത്തെ സ്കാനിൽ എൻഹാൻസിങ്ങേ അല്ലാതെ റിമാർക്കബിൾ ഡിഫറൻസ് ആണ് പറഞ്ഞത് കമ്പയർഡ് ടു ഇത്. കാണാത്ത അത്രയും ഡിഫറൻസ്, എൻഹാൻസിങ് അല്ലാത്ത അത്രയും സൗഖ്യമാണ് അവിടെ സംഭവിച്ചത്. അപ്പോൾ ഡിസംബറിലും പിന്നീട് ഞങ്ങൾ ജാനുവരി 22 ആയിരുന്നു അടുത്ത ടെസ്റ്റ് വരുന്നത്. അതും AFP വാല്യൂ 2 ആയിട്ട് കാണിച്ചു. ഇപ്പോഴും 1.7 ആ ഒരു റേഞ്ചിലാണ്. നമ്മളെല്ലാവരും ഉടമ്പടിയിൽ എല്ലാ നിയമങ്ങളും പാലിച്ച് മുന്നോട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ കാരുണ്യ പ്രവർത്തികൾ ഇതിനോടൊപ്പം തന്നെ എൻ്റെ ജീവിതത്തിൽ ഞാനും ഒത്തിരി മാറി. അപ്പോൾ ഞാൻ എനിക്ക് എന്തോരം മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും, ഞാൻ എങ്ങനെയാണ് മാറേണ്ടത് എന്നാണ് കൂടുതൽ ആലോചിച്ചത്. അപ്പോൾ ഇത്തിരി പേഴ്സണൽ ജീവിതത്തിലും മാതാവിനോട് കൂടുതൽ അടുക്കാൻ പറ്റി. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം കൊടുക്കും, അല്ലാതെ കാരുണ്യ പ്രവർത്തനമായിട്ട് നമ്മൾ ആസ്പത്രികളിൽ പൈസയ്ക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്ന ഒത്തിരി പേരെ എല്ലാവരും ചേർന്ന് കൊടുക്കും. അല്ലെങ്കിൽ നമ്മൾ ഇൻഡിവിജ്വലി അല്ലാണ്ടും ആസ്പത്രികളിൽ പൈസയ്ക്ക് ചികിത്സയ്ക്ക് ബുദ്ധിമുട്ടുന്ന ഒത്തിരി പേരെ സഹായിച്ചു. അങ്ങനെ ഇപ്പോഴും നോർമൽ വാല്യൂ ആയിട്ട് കണ്ടിന്യൂ ചെയ്ത് പോണു. ഈശോയ്ക്കും തിരുക്കുമാർ അമ്മയ്ക്കും ഒത്തിരി നന്ദി. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 48:10 തിരുവചനം അരുളി ചെയ്യുന്നു: ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു, എന്നാൽ വെള്ളി പോലെയല്ല. കഷ്ടതയുടെ ചൂളയിൽ നിന്നെ ഞാൻ ശോധന ചെയ്തു എനിക്ക് വേണ്ടി. അതെ, എനിക്ക് വേണ്ടി മാത്രമാണ് ഞാനിത് ചെയ്യുന്നത്. എൻ്റെ നാമം എങ്ങനെ കളങ്കിതമാകും? എൻ്റെ മഹത്വം ഞാൻ ആർക്കും നൽകുകയില്ല. ബീന ജോൺസൺ തൻ്റെ പപ്പയുടെ രോഗസൗഖ്യമാണ് ഇവിടെ പങ്കുവയ്ക്കുക. എന്തായിരുന്നു ഈ മകൻ എന്നുള്ളത്? അഗ്രസീവ് ക്യാൻസർ എന്നുള്ള രീതിയിൽ, അതായത് ലിവർ ക്യാൻസറാണ്. അത് അഗ്രസീവ് സ്റ്റേജിൽ സ്പ്രെഡാകുന്ന തരത്തിലുള്ള ക്യാൻസർ എന്ന് ഡിറ്റക്റ്റ് ചെയ്യുന്നു. അതിൻ്റെ AFP വാല്യൂ, അതായത് അതൊരു വ്യക്തിക്ക് വേണ്ടത് 10 താഴെയാണ്. ഈ മകന് അത് ഡിറ്റക്റ്റ് ചെയ്യുമ്പോൾ 60,000 ആണ്. അതായത് അതിൻ്റെ ആ മാക്സിമം വാല്യൂ, ലാബ് ടെസ്റ്റിൻ്റെ തന്നെ മാക്സിമം പോവുകയാണ് ഇതിൻ്റെ വാല്യൂ റേറ്റ്. ആ ഒരു അവസ്ഥയിൽ നിന്ന് പിന്നീട് തൻ്റെ പപ്പയ്ക്ക് കിട്ടിയ രോഗസൗഖ്യവും അത് സ്പ്രെഡാകാതെ എങ്ങനെയാണ് ദൈവം കാത്തു സംരക്ഷിച്ചത്? കുടുംബം ഒന്നാകെ ഉടമ്പടിയിൽ നിൽക്കുന്ന ഒരു കുടുംബമാണ്. ഈ മകൻ്റെ സഹോദരങ്ങളും അവരുടെ മക്കളും അതുപോലെ തൻ്റെ മക്കൾ, അങ്ങനെ ഉടമ്പടി എടുത്ത ഒരു കുടുംബം 1000 മണി ജപമാല അത് തങ്ങളുടെ വീട്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓരോ മാസവും അത് ഓരോ കുടുംബത്തിൽ വെച്ച് അവർ 1000 മണി ജപമാല പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കുടുംബം ഒന്നിച്ച് ഈ മകന് വേണ്ടിയിട്ട്, തൻ്റെ പപ്പയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു എന്നാണ് ഈ മകൾ ഇവിടെ സാക്ഷ്യപ്പെടുത്തുക. പിന്നീട് ഗ്രാജ്വലി പെട്ടെന്ന് തന്നെ പറയാം അതിൽ വന്ന മാറ്റങ്ങൾ. അതും ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തതിനേക്കാൾ കുറച്ച് ആണ് ഇവർ ഡോസ് കഴിച്ചത്. അതിവർക്ക് ആദ്യം തെറ്റിപ്പോയതാണ്. പിന്നീട് സൈഡ് ഇഫക്റ്റൊക്കെ പപ്പായ്ക്ക് വരാൻ തുടങ്ങുമ്പോൾ ഇവർ വീണ്ടും അതിൻ്റെ ഡോസേജ് കുറയ്ക്കുന്നു. ഡോക്ടർ 40 ആണ് പറഞ്ഞതെങ്കിൽ ഇവർ 20 അത് മറ്റേ ടൈം 40 പറയുമ്പോൾ 2 നേരമായിട്ടാണ് ഇവർക്കത് തെറ്റി മനസ്സിലായി. ഇവർ 20 കഴിച്ചുകൊണ്ടിരുന്നു. പിന്നീട് അത് ഇവർ വീണ്ടും അദ്ദേഹത്തിൻ്റെ നില, അതായത് ഹെൽത്ത് ഇഷ്യൂസ് വരുമ്പോൾ പിന്നീട് ഇവർ സ്വയം 20 മാറ്റുകയാണ് ഡോസേജ്. അങ്ങനെ ഡോക്ടർ തന്നെ പറയുന്നു, നിങ്ങൾ ഡോസേജൊക്കെ കുറച്ച് കഴിച്ചിട്ടും മാക്സിമം കഴിക്കേണ്ടതിൻ്റെയൊക്കെ അളവ് കുറച്ച് നിങ്ങൾ തന്നെ അത് കഴിച്ചിട്ടും ഇതെങ്ങനെ ഈ വാല്യൂ കുറയുന്നു? ഇന്ന് ഈ മകൻ സ്റ്റേബിളാണ്, തനിക്ക് ഒട്ടും സ്പ്രെഡ് ആയിട്ടില്ല, തൻ്റെ ലിവർ ഒക്കെ ഫങ്ഷനൊക്കെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നു, ആ വാല്യൂ കുറഞ്ഞു.
ഇതൊക്കെയാണ് നാം കേട്ടത്. നാം കേട്ട തിരുവചനം പോലെ എനിക്ക് വേണ്ടി മാത്രമാണ് ഞാനിത് ചെയ്യുന്നത്. കഷ്ടതയുടെ ചൂളയിൽ ശുദ്ധീകരിക്കുന്ന ദൈവം പറയുന്ന കാര്യമാണിത്. തൻ്റെ നാമം എങ്ങനെ കളങ്കിതമാകും? എൻ്റെ നാമം മഹത്വപ്പെടാൻ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് കഷ്ടതകളിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും ദൈവാശ്രയ ബോധത്തിലുള്ള ഓരോ മക്കളെയും, ഒരു ദൈവ പൈതലിനെ ദൈവം എങ്ങനെ കരുതി കാത്തു സംരക്ഷിക്കുന്നു. ബീന എന്ന മകൾ പിന്നീട് പറയുന്നത്, ഞാൻ ഉടമ്പടി എൻ്റെ പപ്പയ്ക്ക് വേണ്ടിയിട്ടാണ് എടുത്തത്. എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ മാറ്റങ്ങൾ വന്നു, എനിക്ക് പുതിയ കാഴ്ചപ്പാടുകളുണ്ടായി, ബോധ്യങ്ങൾ ലഭിച്ചു. അങ്ങനെ ഞാൻ തന്നെ ഉടമ്പടി ജീവിതത്തിലൂടെ മറ്റൊരു വ്യക്തിയായി മാറി. അങ്ങനെ കുടുംബം ഇന്ന് വിശുദ്ധീകരിക്കപ്പെടുന്നു, വ്യക്തികൾ വിശുദ്ധീകരിക്കപ്പെടുന്നു. തൻ്റെ പപ്പയ്ക്ക് കിട്ടിയ രോഗസൗഖ്യത്തിന് ഈ മകള് ദൈവസന്നിധിയിൽ നന്ദി പറയുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.